നമസ്കാരം. ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ഹമാസ് ഇന്നലെ കൈമാറിയ 4 മൃതദേഹങ്ങളിൽ ഒരെണ്ണം ബന്ദിയുടേതല്ല എന്ന വെളിപ്പെടുത്തലുമായി ഇസ്രായേൽ. 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ അവർ നിരവധി പേരെ തട്ടിക്കൊണ്ടുപോയിരുന്നു. ഇതിൽ ബിബാസ് കുടുംബത്തിലെ അംഗങ്ങളായ 4 പേരും ഉണ്ടായിരുന്നു. ഷിരി ബിബാസ്, ഇർദോൻ ബിബാസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഷിരി, മക്കളായ ഏരിയൽ, കഫിർ എന്നിവരെയാണ് തട്ടിക്കൊണ്ടുപോയത്. ഇതിൽ കഫീറിന് 9 മാസവും ഏരിയലിന് 4 വയസ്സുമായിരുന്നു പ്രായം. ഷിരിക്ക് 33 വയസ്സും. കഴിഞ്ഞ ദിവസം ഹമാസ് എത്തിച്ച മൃതദേഹങ്ങളിൽ 2 എണ്ണം ഈ കുട്ടികളുടെ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് കഫീറും ഏരിയലും മരിച്ചു എന്ന് കഴിഞ്ഞ ദിവസം അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഷിരി ബിബാസിൻ്റേത് എന്ന് പറഞ്ഞ് അവർ അയച്ച മൃതദേഹം ഷിരിയുടേതല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹമാസ് അയച്ച എല്ലാ മൃതദേഹങ്ങളും കൃത്യമായ മൃതദേഹ പരിശോധന നടത്തിയതിന് ശേഷമാണ് ഇസ്രായേൽ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഷിരി ബിബാസിൻ്റേതല്ല ഈ മൃതദേഹം എന്ന് അവർ ഇതിന് ചുമതലപ്പെടുത്തിയിരുന്ന ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധർ തന്നെയാണ് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് ഇസ്രായേൽ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം ഹമാസിനെ അറിയിച്ചിട്ടുണ്ട്. ഹമാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ നടപടി കരാർ ലംഘനമാണ് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ ആരോപിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെ ക്രൂരമായിട്ടാണ് ഹമാസ് തീവ്രവാദികൾ കൊലപ്പെടുത്തിയത് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. എന്നാൽ ഹമാസ് പറയുന്നതാകട്ടെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിലാണ് ഈ കുട്ടികളും അവരുടെ അമ്മയും എല്ലാം കൊല്ലപ്പെട്ടത് എന്നാണ്. ഏതായാലും കുട്ടികളെ ഹമാസ് തീവ്രവാദികൾ കൊല ചെയ്യാൻ തന്നെയാണ് സാധ്യത എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. കാരണം യാതൊരു മനുഷ്യത്വമില്ലാത്ത തീവ്രവാദ സംഘടന എന്ന നിലയിൽ കുഞ്ഞുങ്ങളെപ്പോലും കൊന്നുകൊള്ളാൻ ഇവർക്ക് യാതൊരു മടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇവരുടെ അമ്മയായ ഷിരി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനിയും ഹമാസ് വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം ഷിരിയെയും മരിച്ചവരുടെ പട്ടികയിലാണ് കഴിഞ്ഞ ദിവസം ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ കൊണ്ടുവന്ന മൃതദേഹമാകട്ടെ ഷിരിയുടേതല്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇതിന് ഹമാസ് മറുപടി പറയേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. ഷിരിയുടെ ഭർത്താവ് യാർദനെ ഈയിടെ ഹമാസ് തീവ്രവാദികൾ അവരുടെ തടവിൽ നിന്ന് വിട്ടയക്കുകയും ചെയ്തിരുന്നു. അന്താരാഷ്ട്ര റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഭാരവാഹികളാണ് ഇവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിന് ശേഷം ഇത്രയധികം മൃതദേഹങ്ങൾ ഒരുമിച്ച് ഹമാസ് ഇസ്രായേലിന് കൈമാറുന്നത് ഇത് ആദ്യമായിട്ടാണ്. വലിയൊരു ജനക്കൂട്ടമാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി അവിടെ എത്തിയിരുന്നത്. ഇവരെ എല്ലാവരെയും ഒരു വേലിക്കെട്ടിനകത്താണ് നിർത്തിയിരുന്നത്. മൃതദേഹങ്ങൾ ഇസ്രായേലിന് കൈമാറുന്നതിന് മുന്നോടിയായി ഹമാസ് 4 ശവപ്പെട്ടികൾ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിച്ചു. ഇവയിൽ ഓരോന്നിലും മരിച്ചയാളുടെ ചിത്രമുണ്ടായിരുന്നു. അവർ USA ബോംബുകളാൽ കൊല്ലപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയ വെളുത്ത മിസൈൽ രൂപങ്ങളും ശവപ്പെട്ടികൾക്ക് സമീപം സ്ഥാപിച്ചിരുന്നു. ആദ്യം മൃതദേഹങ്ങൾ സ്വീകരിച്ചതായിട്ടാണ് ഇസ്രായേൽ സർക്കാർ അറിയിച്ചിരുന്നത് എങ്കിലും പിന്നീട് നടത്തിയ മൃതദേഹ പരിശോധനയിലാണ് ഷിരിയുടേതല്ല മൃതദേഹം എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ ഇത് ആരുടേതാണ് ഈ മൃതദേഹം എന്നുള്ള കാര്യത്തിനും ഹമാസ് ഇതിന് ഉത്തരം നൽകേണ്ടി വരും. എന്നാൽ ഹമാസ് ആകട്ടെ ഇതുവരെ ഇനിയും ഈ ഒരു ആരോപണത്തോട് പ്രതികരിച്ചിട്ടുമില്ല. ഇപ്പോഴും നിരവധി ബന്ദികൾ ഹമാസ് തടവിൽ കഴിയുകയാണ്. ഇവരെ മുഴുവൻ പേരെയും മോചിപ്പിക്കണമെന്ന് അമേരിക്കയും ഇസ്രായേലും നേരത്തെ പലതവണ ആവശ്യപ്പെട്ടിരുന്നു. ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ബന്ദിമോചനം സംബന്ധിച്ച് കൂടുതൽ ആശയക്കുഴപ്പങ്ങളുണ്ടാവാൻ തന്നെയാണ് സാധ്യതയെന്ന് ഉറപ്പാണ്. മാത്രവുമല്ല ഹമാസിൻ്റെ തടവിൽ കഴിയുന്ന പല ബന്ദികളും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നും സംശയമാണ്. ഷിരി ബിബാസ് തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. അവർ കൊല്ലപ്പെട്ടു എന്ന് ഹമാസ് സ്ഥിരീകരിക്കുമ്പോഴും എത്തിച്ച മൃതദേഹം ഷിരിയുടേതല്ല എന്നുള്ളത് ഇസ്രായേലിനെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ഏതായാലും അന്താരാഷ്ട്ര ഏജൻസികളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇടപെടും എന്നുള്ളത് ഉറപ്പാണ്. ഈ സംഭവത്തോടെ ഹമാസ് വീണ്ടും പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്.